പലർക്കുമുള്ള പ്രശ്നമാണ് റോസ് കമ്പ് വെച്ച് പിടിപ്പിക്കുമ്പോൾ വേര് പിടിക്കാത്തത്. അപ്പോൾ അതുപോലെ വേര് പിടിക്കാത്തവർക്ക് അതിനുള്ള ടിപ്സും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യമുള്ള കമ്പുകൾ തിരഞ്ഞെടുക്കുക. ഇതുപോലെ ചരിച്ച് 45 ഡിഗ്രിയിൽ ചരിച്ച് വെട്ടുക. അതുപോലെ തണ്ടിന് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. അല്ലാത്ത തണ്ടുകൾ എടുക്കാതിരിക്കുക. ഈ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തണ്ടെടുത്തത്. ഇതിൻ്റെ ഇതുപോലെ തളിർത്ത് വരുന്ന തണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അത് പിടിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് അങ്ങനത്തെ തണ്ടുകൾ എടുക്കാതിരിക്കുക. ഇത്തിരി മൂത്ത തണ്ട് നോക്കി എടുക്കുകയാണെങ്കിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ചരിച്ച് വെട്ടുക, മുകളിലും താഴെയും ചരിച്ച് വെട്ടി കഴിഞ്ഞാൽ തണ്ട് വേഗം പിടിച്ചിട്ടാലും എളുപ്പമാണ്. കമ്പ് വെച്ച് പിടിപ്പിക്കാനായിട്ട് വളങ്ങളോ അങ്ങനെ പോട്ടി മിക്സോ അങ്ങനെയൊന്നും വേണമെന്നില്ല. സാധാരണ കുറച്ച് മണലാവരുത്, അല്ലാത്ത മണ്ണെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേര് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് മണ്ണെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ തണ്ട് മുറിച്ച ഭാഗത്ത് മഞ്ഞപ്പൊടി, ഞാനിവിടെ എടുത്തേക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. അങ്ങനെ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴ ജെല്ലോ അതല്ലെങ്കിൽ വളക്കടകളിൽ പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ ഹോർമോൺ കിട്ടും, അത് മേടിക്കാം. അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ തേച്ചിട്ട് ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ ഇതുപോലെ മുക്കി വെച്ച് വേര് വന്നിട്ട് അതിന് ശേഷം വേര് വന്നിട്ട് മണ്ണിലേക്ക് നടാം. അതല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇതുപോലെ മുക്കിയിട്ട് നേരെ നമുക്ക് ചട്ടിയിലേക്ക് നടാം. ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതിനെ അങ്ങോട്ട് മാറ്റി നടല്ലെങ്കിൽ മട്ടിൽ അതിന് നേരം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ മഞ്ഞപ്പൊടിയോ കറ്റാർവാഴ ജെല്ലോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് മണ്ണിലേക്ക് ഇങ്ങനെ നട്ട് ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ചെറിയ മുളയൊക്കെ വരും. അത് കഴിഞ്ഞൊരു 4 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തേക്ക് എടുത്തിട്ട് അതുവരെ തണലത്തിരിക്കണതാണ് നല്ലത്. മുളയൊക്കെ വരാനായിട്ട് ഇച്ചിരി ഈർപ്പവും അങ്ങനെയൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെയിലത്തൊക്കെയാണ് ഒരു 3 ആഴ്ച വെയിലത്ത് വെക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ മുളയ്ക്ക് വരും. താങ്ക് യു.